സാമൂഹ്യ നിരീക്ഷകനായ ശ്രീ രാഹുൽ ഈശ്വർ ടെലിഫോൺ ലൈനിലൂടെ. രാഹുൽ, കോടതിയുടെ ഭാഗത്തു നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവായി തന്നെ വേണം കാണാൻ. ചില സാഹചര്യങ്ങളിൽ രണ്ടാം വിവാഹം മുസ്ലിം പേഴ്സണൽ ലോ അംഗീകരിക്കുന്നുണ്ടെങ്കിലും നിലനിൽക്കേണ്ടത് രാജ്യത്തെ ഭരണഘടനാപരമായ അവകാശങ്ങളാണ്, മതം അത് കഴിഞ്ഞേ വരൂ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഈ ഒരു നിരീക്ഷണത്തെ എങ്ങനെയാണ് രാഹുൽ കാണുന്നത്? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഞാനൊരു ഹിന്ദു റൈറ്റ് വിങ് ആക്ടിവിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം സഹോദരന്മാരുടെ സെന്റിമെന്റ്സ് മനസ്സിലാക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ വിധി വളരെ ബാലൻസ്ഡ് ആയൊരു വിധിയാണ്. കാരണം ഒരു മുസ്ലിം പുരുഷന് ഒന്നിലധികം വിവാഹം കഴിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ആദ്യ സ്ത്രീയെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടായിരിക്കരുത്. ബഹുമാനപ്പെട്ട കോടതിയുടെ 4, 5, 6 ഒബ്സർവേഷൻസിൽ കോടതി പറയുന്നത് പരിശുദ്ധ ഖുറാനും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ്. അതായത് ആദ്യ സ്ത്രീയുടെ അറിവോ സമ്മതമോ കൂടാതെ സീക്രട്ട് റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ചെയ്ത് അത് മാരേജായി കൊണ്ടുവരാനുള്ള അവകാശം ഒരു പുരുഷനില്ല. അത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലവും ചിന്തിച്ചിട്ടില്ല, പരിശുദ്ധ ഖുറാനും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ചിന്തിക്കുന്നില്ല. കാര്യം ആ സ്ത്രീയുടെ അവകാശങ്ങളുടെ ലംഘനമാണത്. അപ്പോ കോടതി വളരെ ബാലൻസ്ഡ് ആയ ഒരു വേർഡിക്റ്റാണ്. വ്യക്തിപരമായ നിയമങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ എന്നാൽ നമ്മുടെ രാജ്യം മുമ്പോട്ട് വെക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ, അടിസ്ഥാനപരമായ മനുഷ്യ അവകാശങ്ങൾ, ഇത്തരം കാര്യങ്ങളും കൂടെ വേണം. അതുകൊണ്ട് എന്റെ മുസ്ലിം സംഘടനകളോടുള്ള അഭ്യർത്ഥന, ഈ വിധിയുമായി എൻഗേജ് ചെയ്യണം. ഇതിനെ കണ്ണടച്ച് എതിർക്കരുത്. ഈ വിധിക്കൊരു പോസിറ്റീവ് സ്പിരിറ്റ് ഉണ്ട്. അത് നമ്മുടെ മുസ്ലിം സഹോദരിമാരുടെ ചില അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇത് ഈ പേഴ്സണൽ ലോ ഇല്ലാതാകുമെന്ന ഭീതിയിലാണ് പലപ്പോഴും മുസ്ലിം സംഘടനകൾ ഇത്തരം നിയമങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത്. അങ്ങനെയല്ല, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടില്ലെന്ന് പറയുന്നില്ല, അങ്ങനെ ആഗ്രഹിക്കുന്നവരും ഉണ്ട്. പക്ഷേ കോടതികൾ അങ്ങനെയല്ല. കോടതികൾ പോസിറ്റീവായിട്ട് ഈ വിഷയത്തിൽ എൻഗേജ് ചെയ്യുകയാണ്. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ, നമ്മുടെ അടുത്തൊരു മുസ്ലിം സഹോദരി അവരൊരു കല്യാണം കഴിക്കുന്നു. കുറച്ചു കാലം കഴിഞ്ഞ് ആ പുരുഷനെ അവരെ അറിയിക്കാതെ വേറെ സ്ത്രീയെ കല്യാണം കഴിക്കുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ അവർക്ക് അതിനെ എതിർക്കാനുള്ള റൈറ്റ് ഇല്ലേ? അപ്പോൾ ആ റൈറ്റിനെ നമ്മൾ കാണണം. അതുകൊണ്ട് മുസ്ലിം സമൂഹം ഇതുമായിട്ട് എൻഗേജ് ചെയ്യണം. മുസ്ലിം പണ്ഡിതന്മാർ ഇതിൽ നിലപാടെടുക്കണം. അത് കണ്ണടച്ച് എതിർക്കുന്നതാകരുത്. അതിനൊരു പോസിറ്റീവ് സ്പിരിറ്റ് ഉണ്ട്. ഇത് കോടതി ഒരിക്കലും മതത്തെ മോശമായി കാണിക്കുകയല്ല. പക്ഷേ മതത്തിന്റെ എല്ലാ അവകാശങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടന മുമ്പോട്ട് വെക്കുന്ന, പൊതുസമൂഹം മുമ്പോട്ട് വെക്കുന്ന, ആധുനിക ലോകം മുമ്പോട്ട് വെക്കുന്ന ചില നിയമങ്ങളും തത്വങ്ങളും ഉണ്ട്. ഇതിനെ ബാലൻസ് ചെയ്യാനും സിനർജൈസ് ചെയ്യാനും അല്ലെങ്കിൽ ഒരുമിക്കാനും ബ്ലെൻഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെ കാണുന്നത് വളരെ ബാലൻസ്ഡ് ആയ ഒരു വെർഡിക്റ്റാണ്. ആ കോടതിയുടെ വിധി ഞാൻ ഇപ്പോൾ 1-2 ദേശീയ മാധ്യമങ്ങളോട് സംസാരിച്ചു. കോടതിയുടെ വിധിയങ്ങൾ എന്റെ ഡീറ്റെയിൽസ് കാണുകയുണ്ടായി. ആ ഡീറ്റെയിൽസിൽ എവിടെയും മുസ്ലിം പേഴ്സണൽ ലോ ഇല്ലാതാക്കണമെന്നല്ല പറയുന്നത്. പക്ഷേ മതപരമായ അവകാശങ്ങൾ നിലനിൽക്കെ തന്നെ ഇത്തരം ചില കാര്യങ്ങളുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് സമൂഹത്തിലെ മുഖ്യധാര മുസ്ലിം സംഘടനകൾ അതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കില്ല. അൾട്രാ കൺസർവേറ്റീവ് ഗ്രൂപ്പുകൾ കാണും. അവരുടെ പ്രധാന പേടി എന്ന് പറഞ്ഞാൽ അവരുടെ പേഴ്സണൽ ലോയും ആർട്ടിക്കിൾ 25 ഇത് കാരണം ഡയല്യൂട്ടഡ് ആകുമോ എന്നാണ്. അങ്ങനെയല്ല ഈ വിഷയത്തെ കാണേണ്ടതെന്ന് അവരോട് വളരെ സ്നേഹത്തോട് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും അതെ, കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിരീക്ഷണം വളരെ ശ്രദ്ധേയമാണ്. ആദ്യ ഭാര്യ രണ്ടാം വിവാഹത്തെ എതിർക്കുകയാണെങ്കിൽ ആ രണ്ടാം വിവാഹം രജിസ്റ്റർ ചെയ്യരുത്. കോടതിക്ക് മുന്നിലേക്ക് ആ പ്രശ്നത്തെ കോടതിക്ക് മുന്നിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. അങ്ങനെ കോടതിയുടെ നിർദ്ദേശപ്രകാരം അതിലൊരു തീരുമാനമെടുക്കാമെന്നാണ്. അതല്ലാതെ ഇതിനെ എതിർക്കുകയല്ല. പക്ഷേ കോടതി വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഭരണഘടനാപരമായി എല്ലാവർക്കുമുള്ള അവകാശങ്ങൾ ഒരുപോലെയാണ്. ആരുടെയും അവകാശങ്ങൾ നിഷേധിക്കപ്പെടരുത്, അത് ആദ്യ ഭാര്യയുടേതായാലും നിഷേധിക്കപ്പെടരുത് എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ് കോടതി ഇങ്ങനൊരു വിധിയിലേക്ക് എത്തുന്നത്. ആജ്ഞ സ്വാഭാവികമായും ഇപ്പോൾ രാഹുൽ ഈശ്വർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് മതപരമായ എതിർപ്പ് ചിലപ്പോൾ ഉയരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വളരെ യാഥാസ്ഥിതിക വിഭാഗത്തിൽ നിന്നൊക്കെ ഒരു എതിർപ്പുണ്ടാകാൻ, മുസ്ലിം പേഴ്സണൽ ലോയിലേക്കുള്ള കടന്നുകയറ്റമാണോ എന്ന രീതിയിലൊക്കെ. പക്ഷേ അതിനും അപ്പുറത്ത് ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉറപ്പുവരുത്തുക, എല്ലാ പൗരന്മാർക്കും ഉറപ്പുവരുത്തുക എന്നതല്ലേ ഈ വിധി കൊണ്ട് കോടതി ഉദ്ദേശിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും ശ്രീജ, കാരണം ഇത്തരത്തിൽ ചിലപ്പോൾ ഒറ്റപ്പെട്ട സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളായിരുന്നു പലപ്പോഴും ഈ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളിലേക്ക് എല്ലാ പൗരന്മാർക്കും അത്തരം അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്ന വിധിന്യായങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചിരുന്നത് എന്ന് നമുക്കറിയാം. ഷാബാനു ബീഗം കേസ് അറിയാം. ഒരു മുസ്ലിം സ്ത്രീയുടെ ജീവനാംശത്തെ പറ്റി ഉണ്ടായിരുന്ന തർക്കമാണ് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും, മതത്തിന് മുകളിൽ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഒരേ അവകാശമാണ് എന്ന് സ്ഥിരീകരിക്കുന്ന വിധി ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഷാബാനു
എന്ന് പറയുന്ന സ്ത്രീ ജീവനാംശം ആവശ്യപ്പെട്ട് കോടതിയിലെത്തുകയും എത്തുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. പ്രത്യേകിച്ചും മുസ്ലിം സ്ത്രീകൾ ഈ നിയമങ്ങൾ കൊണ്ട്, ശരീഅത്ത് നിയമത്തിൻ്റെ പ്രയോഗങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ശരീഅത്ത് നിയമം പാലിക്കപ്പെടുന്നത് കൊണ്ട് നിരവധി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് പല പഠനങ്ങളും പല സംഭവങ്ങളും നമുക്ക് മുന്നിലുണ്ട്. പ്രത്യേകിച്ചും ഈ വിവാഹത്തിൻ്റെ കാര്യത്തിൽ രണ്ടാമത്തെ വിവാഹം കഴിക്കുമ്പോഴോ മൂന്നാമത്തെ വിവാഹം കഴിക്കുമ്പോഴോ, അല്ലെങ്കിൽ നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തൊലാക്ക് ചൊല്ലുമ്പോഴോ, അതുപോലും അല്ലെങ്കിൽ തൊലാക്കിൻ്റെ രീതികൾ പോലും യുദ്ധകാലങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ആയിരുന്നോ, അതെനിക്ക് ഒന്നാം തൊലാക്ക്, രണ്ടാം തൊലാക്ക്, മൂന്നാം തൊലാക്ക് അങ്ങനെ നിരന്തരം ചൊല്ലിയ സ്ത്രീകളെ ഒഴിവാക്കിയിട്ടുള്ള നിരവധി സംഭവങ്ങൾ, അതും ശരീഅത്തിലോ നിഷ്കർഷിക്കുന്ന രീതിയിൽ തന്നെ ആയിരുന്നില്ല. പലപ്പോഴും അത്തരം സ്ത്രീയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, സംരക്ഷണം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ നിയമങ്ങളൊക്കെ അവരെ ഇരുട്ടിലേക്ക് തള്ളിയിടുന്ന തരത്തിലേക്ക് മാറുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതിന് ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള നിയമത്തിന് ഇത്തരത്തിലുള്ള വയലേഷൻസ് കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതെന്തായാലും ഈ പറയുന്ന നിയമത്തിന്, അതല്ലെങ്കിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചിന്റെ വിധിക്ക് അത്രയധികം പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും ഇത്തരത്തിലൊരു നിയമം, അതായത് രണ്ടാമത്തെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് ആദ്യ ഭാര്യയുടെ കൺസെന്റ് ആവശ്യമാണ്. ഇതിൽ മതം ദ്വിതീയമാണ്. ഉയർത്തുകയാണെങ്കിൽ അത് കേട്ടിരിക്കണം എന്നതാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ. ആദ്യ ഭാര്യയുടെ സമ്മതം എന്നതിന് അപ്പുറത്തേക്ക് ആദ്യ ഭാര്യയ്ക്ക് അതിൽ എതിർപ്പുണ്ടെങ്കിൽ രണ്ടാം വിവാഹം രജിസ്റ്റർ ചെയ്യാൻ അനുവദിക്കരുത്, മറിച്ച് അത് കോടതിക്ക് മുന്നിലേക്ക് എത്തുകയാണ് വേണ്ടത് എന്നൊരു വളരെ സുപ്രധാനമായ നിരീക്ഷണമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന്, ഒരു വിധിയാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്.